അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അവിടെ ഓരോ കൺട്രീസിലെ അവർക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് ആഫ്രിക്കൻ അവർക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് കാണാനായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെയും അവർക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അതും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ UK പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം അവർക്കുള്ള പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു, അവരവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരെ കൂടെ വെച്ച്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകാൻ നേരത്താണ് നമ്മൾ ഈ മരത്തിലൊക്കെ ഓരോ ലൈറ്റുകളൊക്കെ വെച്ചേക്കുന്നത്. അത് നല്ല രസമായിരുന്നു കാണാൻ. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു സാധനം കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്തോട്ട് ചെന്നപ്പോഴാണ് അത് മറ്റേ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നമുക്കും അതിൻ്റെ നടുക്കൂടെ നടക്കാൻ പറ്റുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുള്ളത് ഇതുപോലെയൊക്കെ കാണുമ്പോൾ വീഡിയോസാണല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ നടുക്കൂടെയൊക്കെ നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ആകാശത്തേക്കും ഒമാനികളെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ ജോബിൻ്റെയൊക്കെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ കാണിക്കുന്നത്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അത് തന്നെ ഒരു 2 മണിക്കൂർ വരെ ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല രസമായിരുന്നു കാണാൻ, ഒരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തുള്ളത് കാണുന്നത് കേട്ടോ. وبيد المرأة العمانية الماهرة تتشكل ملامح الإنجاز، وبساعد الرجل العماني تستمر الحرفة وتنمو بخبرة السنين وتسافر بقيمها إلى العالم. وكل ما يصنع بيده يحمل هوية راسخة. ومع إشراقة كل صباح يبدأ العمل جهدا متواصلا ومسؤولية واضحة وسعيا كريما لإعادة. ومن موائد عمان تخرج نكهة الأصالة حاملة معنى الثقافة وقصص الكرم وتاريخ المكان بوصفها تعبيرا حيا. يتشكل الثبات حيث تضاف كل خطوة عمل إلى البناء العام بوصف ومن هذا التنوع تكون അതെല്ലാം കണ്ട് നമ്മൾ പോകാൻ നേരത്താണ് തൊട്ടടുത്ത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത്. അവിടെ കുട്ടിയൊക്കെ ആയിട്ടുള്ള നല്ല മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ട് അവർക്ക് ഒരിക്കലും ബോറടിക്കില്ല, കാരണം അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അതിൽ കയറി കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു കേട്ടോ. It's okay. Maybe it's okay. Okay. Ooh. This formula is very good. Shake, please. Shake it, shake it, shake it, shake it, shake it. Shake it up, shake it up, shake it up, shake it up, shake it up. Okay. Ooh, hey. Good job, bro. Okay. അത് കണ്ട് പുറത്തിറങ്ങിയപ്പോഴതാ ഈ ഒരു ഷോ. അത് നല്ല രസമായിരുന്നു കേട്ടോ. ഇവരെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് ആ പാർക്ക് ഫുള്ള് നടന്ന് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കാണിക്കൊക്കെ ആയിരുന്നു. ബോൾ കൊണ്ടായാലും എന്തൊക്കെയോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറേ കുട്ടികളും ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകണം. നല്ല രസമായിരുന്നു അത് കാണാൻ. പിന്നെ നമ്മൾ അതും ജസ്റ്റ് അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അടുത്ത ഇറ്റാലിയൻകാർക്കുള്ള ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു. അത് നമ്മൾ കുറച്ച് നേരം കണ്ടു. അത് നല്ല രസമായിരുന്നു കേട്ടോ.
പിന്നെ അതെല്ലാം കണ്ടു വന്നപ്പോൾ തായ്ലാൻഡ് വരെക്കുള്ള ഡാൻസ് അത് നല്ല രസമായിരുന്നു കാണാൻ. കുട്ടികളും കൂടെ കളിച്ച് നല്ല രസമായിരുന്നു. പിന്നെ അത് കണ്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും ഈ റോഡ് ഷോ ആയിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ ഈ ടി വികളിൽ ഞാൻ ഇങ്ങനത്തുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടുള്ളൂ കേട്ടോ. നേരിട്ട് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതമായിരുന്നു. ഓരോ കാർട്ടൂൺസുകാരും എല്ലാം കൂടെ ചേർന്ന് അവരിങ്ങനെ റോഡ് ഷോ ആയിട്ട് നടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഒരു ബോറടിക്കാത്ത അടിപൊളി ഒരു പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല. കാരണം ഈ പാർക്ക് ഫുൾ ഇങ്ങനത്തുള്ള പ്രോഗ്രാംസുകളാട്ടോ. ബോറടിക്കേ